ഹലോ എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LLB പാസ്സായി, എൻറോൾമെന്റും കഴിഞ്ഞു. ഇനിയും വക്കീലായി പ്രാക്ടീസ് തുടങ്ങി, ഇനിയും പരീക്ഷ പാസ്സാവണോ? നമുക്ക് പരിശോധിക്കാം. ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ അല്ലെങ്കിൽ എയ്ബ് പരീക്ഷ. ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ നാഷണൽ ലെവലിൽ നടത്തുന്ന ഒരു ഓഫ്ലൈൻ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ. 2009-10 കാലഘട്ടത്തിലാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അഡ്വക്കേറ്റ് പ്രൊഫഷൻ്റെ അല്ലെങ്കിൽ ലീഗൽ പ്രൊഫഷൻ്റെ സ്റ്റാൻഡേർഡ് ഉയർത്താൻ വേണ്ടി ഇങ്ങനെയൊരു എന്ത് ചെയ്യുന്നുണ്ട്, എക്സാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന എൻറോൾമെൻറ്റ് കഴിഞ്ഞ് വക്കീലന്മാർ അവരുടെ എന്താ പറയുക ലീഗൽ നോളജ്, അനലിറ്റിക്കൽ സ്കിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പരീക്ഷ നടത്തുന്നത്. അപ്പോൾ എയ്ബ് 20th എഡിഷനാണ് നമുക്ക് ഈ വർഷം നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ വന്നോ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കുറച്ച് പേര് മെസ്സേജ് ചെയ്യുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ചാൽ ഈ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പരിശോധിക്കുന്നത് ഈ എയ്ബ് പരീക്ഷ എന്താണെന്നും അതിൻ്റെ സിലബസ് എന്താണ്, അതുപോലെ തന്നെ ആർക്കൊക്കെ ഈ എയ്ബ് പരീക്ഷ എഴുതാൻ സാധിക്കും, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണ്, ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ വീഡിയോ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ പറഞ്ഞു 2024 നടന്നത് എയ്ബ് 19th എഡിഷനാണ്. ഓക്കെ, അപ്പോൾ എയ്ബ് 19th എഡിഷൻ്റെ എന്താ പറയുക നോട്ടിഫിക്കേഷൻ വന്ന് സെപ്റ്റംബർ 3 സെപ്റ്റംബർ 3 എന്ത് ചെയ്യുന്നുണ്ട്, 2024 അതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഡിസംബർ 22 അതിൻ്റെ പരീക്ഷയും നടന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ജനറൽ OBC കാൻഡിഡേറ്റ്സ് 45%, SC/ST കാൻഡിഡേറ്റ്സിന് 40% ഇതിൻ്റെ പാസ് മാർക്ക് ക്രൈറ്റീരിയ വരുന്നത്. ഇനിയും ഈ എയ്ബ് എക്സാം ആർക്കൊക്കെ എഴുതാൻ പറ്റും? എൻറോൾ ചെയ്ത വക്കീലന്മാർക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ സാർ, ഫൈനൽ ഇയർ കുട്ടികൾക്ക് എഴുതാൻ പറ്റുമോ? എയ്ബ് 18th എഡിഷൻ വരെ എൻറോൾ ചെയ്ത വക്കീലന്മാർക്ക് മാത്രമേ ഈ പരീക്ഷ എഴുതാൻ സാധിക്കുള്ളൂ. എയ്ബ് 19th എഡിഷൻ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്ത് കൃത്യമായിട്ട് പറഞ്ഞു ഇനി തൊട്ട് ഫൈനൽ ഇയർ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എയ്ബ് പരീക്ഷ എഴുതാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. എലിജിബിലിറ്റി ഫോർ ഫൈനൽ ഇയർ സ്റ്റുഡൻസ്. ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രീവിയസ് സെമസ്റ്ററിൽ ബാക്ക്ലോഗ്സ് ഒന്നും ഇല്ലാത്ത, സപ്ലികളൊന്നും ഇല്ലാത്ത ഫൈനൽ ഇയർ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എയ്ബ് പരീക്ഷ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്ത് എഴുതാൻ സാധിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ഡിക്ലറേഷൻ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ കൊടുക്കണം. അപ്പോൾ ആ ഡിക്ലറേഷനും കാര്യങ്ങളും അതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഷെയർ ചെയ്തേക്കാം. ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് വീഡിയോ കയറാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ എല്ലാം അപ്പോൾ ടെലഗ്രാം ചാനലിൽ എന്ത് ചെയ്യുന്ന അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫൈനൽ ഇയർ ബാക്ക്ലോഗ്സ് ഒന്നും ഇല്ലാത്ത ഫൈനൽ ഇയർ കുട്ടികൾക്ക് എയ്ബ് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ എലിജിബിലിറ്റി ഓഫ് ലോ സ്റ്റുഡൻസ് ഹു ഹാവ് നോട്ട് ഒബ്റ്റെയിൻ ദെയർ ഡിഗ്രി. LLB പാസ്സായി പക്ഷേ ഡിഗ്രി സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല, അങ്ങനെയുള്ള കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റും, എയ്ബ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ദേ ആർ വാലിഡ് ടു റൈറ്റ് എയ്ബ്. പിന്നെ അതുപോലെ തന്നെ എലിജിബിലിറ്റി ഓഫ് കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ഒബ്റ്റെയിൻ ദിയർ ഡിഗ്രി. ഡിഗ്രി കിട്ടി പക്ഷേ ഒരു ബാർ കൗൺസിലും എൻറോൾ ചെയ്തിട്ടില്ല, ഒരു സ്റ്റേറ്റ് ബാർ കൗൺസിലിൽ എൻറോൾ ചെയ്തിട്ടില്ല. അപ്പോൾ അവർക്കും എന്ത് ചെയ്യാൻ പറ്റും, എയ്ബ് എഴുതാൻ. അപ്പോൾ ഫൈനൽ ഇയർ കുട്ടികൾക്ക് എഴുതാൻ പറ്റും. പാസ്സായി ഡിഗ്രി ഒബ്റ്റെയിൻ ചെയ്യാത്തവർക്കും എയ്ബ് എഴുതാൻ പറ്റും. ഡിഗ്രി ഒബ്റ്റെയിൻ ചെയ്ത് എൻറോൾ ചെയ്യാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എയ്ബ് എഴുതാൻ പറ്റും. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എൻറോൾ ചെയ്ത് കഴിഞ്ഞ വക്കീലന്മാർക്ക് ഓട്ടോമാറ്റിക്കായി എന്ത് ചെയ്യാൻ പറ്റും, എയ്ബ് എഴുതാൻ പറ്റും. എയ്ബ് എത്ര അറ്റംപ്റ്റ്സ് വേണമെങ്കിലും എന്ത് ചെയ്യാൻ നമുക്ക് എടുക്കാം, ഇത്ര അറ്റംപ്റ്റേ ഉള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, പിന്നെ അതുപോലെ എലിജിബിലിറ്റി ബേസ്ഡ് ഓൺ റെക്കഗ്നീഷൻ. ബാർ കൗൺസിലായിട്ട് റെക്കഗ്നൈസ് അല്ലാത്ത യൂണിവേഴ്സിറ്റിയിലോ കോളേജോ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എയ്ബ് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന കുട്ടികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ കോളേജ് യൂണിവേഴ്സിറ്റിയോ ബാർ കൗൺസിലായിട്ട് റെക്കഗ്നീഷൻ ആണെന്ന് നോക്കാം. ഇനി നമുക്ക് അതിൻ്റെ സിലബസ് നമുക്ക് നോക്കാം. സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പൺ ബുക്ക് എക്സാം ആണ്. ഓക്കെ, ഒട്ടുമിക്കതും ആക്റ്റുകളാണ്. അപ്പോൾ ഇതിൻ്റെ ബെയർ ആക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സാം ഹോളിൽ പോയിട്ട് അവിടെ നിന്ന് ബുക്ക് തുറന്ന് നോക്കി നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷ എഴുതാൻ പറ്റും. വലിയ ചടങ്ങൊന്നും ഇല്ലാത്ത പരീക്ഷ, അത്യാവശ്യം ലീഗൽ നോളജ്, അത്യാവശ്യം ബേസിക് ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാം, പാസ്സായി പോകാം. അപ്പോൾ മൊത്തം 100 ക്വസ്റ്റ്യൻസ് ആണ് ഈ പരീക്ഷയ്ക്കുള്ള. 3.5 മണിക്കൂറാണ് ഇതിൻ്റെ എക്സാം ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ സബ്ജക്റ്റുകൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ സിലബസ് ഞാൻ ടെലഗ്രാം ചാനൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ഉണ്ട്, IPC ആൻഡ് BNS ഉണ്ട്, പിന്നെ CRPC ആൻഡ് BNSS ഉണ്ട്, പിന്നെ CPC ഉണ്ട്, എവിഡൻസ് ആക്ട് ആൻഡ് BSA ഉണ്ട്. ഓക്കെ, പഴയ നിയമം പുതിയ നിയമം രണ്ടും എയ്ബ്. ഇത് കാണിക്കുന്ന എയ്ബ് 19th എഡിഷൻ. എയ്ബ് കഴിഞ്ഞ വർഷമാണ് എയ്ബ് 19th എഡിഷൻ്റെ സിലബസ് ആണ്. പുതിയ സിലബസ് എന്ത് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ എന്ത് ചെയ്യുക, ഈ വർഷം പുതിയ സിലബസ് ചിലപ്പോൾ നോർമലി ഈ സിലബസ് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. ഓക്കെ, പിന്നെ ADR ഇൻക്ലൂഡിങ് ആർബിട്രേഷൻ, ഫാമിലി ലോ. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് ലോ, പ്രൊഫഷണൽ എത്തിക്സ്, കമ്പനി ലോ, എൻവയോൺമെൻറ്റ് ലോ, സൈബർ ലോ, ലേബർ ലോ ആൻഡ് ഇൻഡസ്ട്രിയൽ ലോ, ലോ ഓഫ് ടോർട്ട്, ലോ റിലേറ്റഡ് ടു റിലീജിയൻ, ലോ ഓഫ് കോൺട്രാക്ട്, ലാൻഡ് അക്വിസിഷൻ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോസ്. ഓക്കെ, അങ്ങനെ മൊത്തം 19 സബ്ജക്റ്റാണ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ എയ്ബ് എക്സാമിൻ്റെ സിലബസ്. ഒട്ടുമിക്കത് ആക്റ്റുകളെ നമുക്ക് ബെയർ ആക്ട് വെച്ചിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം. ഈ ബെയർ ആക്റ്റുകൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എക്സാം ഹോളിൽ കൊണ്ടുപോയി. ടെക്സ്റ്റ് ബുക്സും കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ എക്സാം ഹോളിലേക്ക് അലൗഡ് അല്ല. ഓക്കെ, ബെയർ ആക്റ്റുകളാണ്. അപ്പോൾ 100 മാർക്കിലാണ് ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ഈ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ നമുക്കറിയാം
നമുക്ക് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എൻറോൾമെന്റ് എന്ന് പറഞ്ഞാൽ പ്രൊവിഷണൽ എൻറോൾമെന്റ്, താൽക്കാലിക എൻറോൾമെന്റ്. ആ എൻറോൾമെന്റ് വെച്ച് നമുക്ക് 2 വർഷം വരെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻറോൾമെന്റ് കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? എയ്ബ് പാസ്സായിരിക്കണം. ഓക്കെ, അപ്പോൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബാർ കൗൺസിൽ ഓഫ് കേരളക്ക് ഒരു ഡിക്ലറേഷൻ കൊടുക്കണം, 2 വർഷത്തിനുള്ളിൽ ഞാൻ എയ്ബ് പാസ്സായിക്കോളാം. അപ്പോൾ ഈ എൻറോൾമെന്റ് എപ്പോഴാണ് സ്ഥിരമാകുന്നത്? നമ്മൾ എൻറോൾ ചെയ്ത് നമ്മൾ എയ്ബ് എഴുതി പാസ്സായി സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് കിട്ടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ എൻറോൾമെന്റ് സ്ഥിരമാവുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ പ്രശ്നങ്ങളൊന്നും നമുക്ക് എവിടെയാണ് ഏത് കോർട്ടും ട്രൈബ്യൂണലും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രാക്ടീസ്. അപ്പോൾ എൻറോൾ ചെയ്ത് 2 വർഷം വരെ പ്രാക്ടീസ് ചെയ്യുന്ന കുഴപ്പങ്ങളൊന്നുമില്ല. എയ്ബ് അതിനുള്ളിൽ എന്ത് ചെയ്യുക? പാസ്സായാൽ മതി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനിയും വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. താങ്ക് യു.